മാർക്കറ്റിൽ ഇപ്പോൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലോങ് ടൈമിൽ ലാഭമാവും നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും അതിനെപ്പറ്റി ബോധവാന്മാരാണ്. കുറേ പേര് നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ചിലർ മനസ്സിൽ നിൽക്കുന്നത് ഇനിയും താഴേക്ക് പോയാലോ, അപ്പോൾ നമ്മൾ ഇപ്പം വാങ്ങുന്ന അബദ്ധമാവില്ല. അപ്പോൾ എത്രമാത്രം താഴേക്ക് പോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. എവിടെ നിന്നാണ് വാങ്ങേണ്ടത് എന്ന് വാങ്ങാൻ പറ്റില്ല. അതിന് രണ്ട് ബദൽ വഴികളാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ സൂചിപ്പിച്ച പോലെ ഡെയിലി SIP ഡെയിലി വാങ്ങിക്കൊണ്ടിരിക്കുക. രണ്ടാമതൊന്നാണ് STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലുള്ളത് തന്നെ അൾട്രാ ഷോർട്ട് ടേം ഫണ്ട്, അതായത് മാർക്കറ്റുമായി ബന്ധമില്ലാത്ത ഗവൺമെന്റ് ബോണ്ടിന് രീതിയിലുള്ള ഫണ്ടിൽ നിക്ഷേപിക്കുക. അതിൽ ഇയർലി 6 to 7% ഏകദേശം ഒരു ബാങ്ക് FD ഗ്രോത്ത് അതിലുണ്ട്. അതിൽ നിന്ന് എല്ലാ ദിവസവും നമ്മൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപ നമ്മൾ എല്ലാ ദിവസവും NAV വാങ്ങുകയാണ്, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്ന് 100 രൂപയുള്ള NAV നാളെ 98 നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുക. അടുത്ത മാസം അഥവാ അത് 85 രൂപയായി നമ്മൾ അന്നും വാങ്ങിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ഏറ്റവും അധികം ലാഭം തരുന്നത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയതായിരിക്കും. നമുക്ക് ആവറേജ് ചെയ്യപ്പെടും. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും താഴ്ന്ന വരെ നമ്മൾ എല്ലാ ദിവസവും വാങ്ങിക്കൊണ്ടിരിക്കുക. ഒരുമിച്ചൊരു എമൗണ്ട് നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് റിസ്ക് കുറയും, മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ലാഭം കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇന്ന് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാൻ വേണ്ടി താഴെ കൊടുത്ത നമ്പറുകളിൽ വാട്സപ്പിലോ നമ്പറിലോ ബന്ധപ്പെടാം. താങ്ക്